ശ്രീ മുഹമ്മദ് ഷാ, ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി കിരൺ റിജിജു നേരത്തെ പ്രഖ്യാപിച്ചത് പ്രകാരം മുനമ്പത്തെത്തിയിരിക്കുന്നു. അതിനു മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. അപ്പോൾ പാർലമെന്റിൽ പറഞ്ഞ പ്രതികരണമാണോ താങ്കൾ വാർത്താ സമ്മേളനത്തിൽ കണ്ടത്? കാരണം മുനമ്പം ഇപ്പോൾ നിയമ വഴിയിലാണ്, അത് കോടതിയിലാണ്. അപ്പോൾ കോടതിയിലൂടെയാണ് പരിഹാരമെന്ന് പറയുന്നു. അപ്പോൾ കോടതിയിലൂടെ പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയത്തിൽ എന്തുറപ്പാണ് ഇന്നിപ്പോൾ നന്ദി മോദി എന്ന പരിപാടിയിലൂടെ റിജിജു പറയാൻ ശ്രമിച്ചിരിക്കുന്നത്? ഞങ്ങൾ ആദ്യത്തെ സ്റ്റേജ് മുതൽ പറയുന്നത് BJPയും സംഘ്പരിവാറും നടത്തിക്കൊണ്ടിരിക്കുന്നത് പോളറൈസേഷൻ്റെ രാഷ്ട്രീയമാണ്. മതപരമായ വേർതിരിവ് ക്രിയേറ്റ് ചെയ്യുക, അതിന് അപകടകരമായ സാഹചര്യം സമൂഹത്തിലുണ്ടാക്കുക എന്ന് പറഞ്ഞ ലക്ഷ്യത്തോടു കൂടി ചെയ്തു തന്നെയാണ് ഇതിൽ. അത് ആ കാര്യത്തിൽ അവർ കുറച്ചൊക്കെ സക്സസ്ഫുള്ളായിട്ട് കുറേയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ എല്ലാ കാലവും എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. വ്യക്തമായി തന്നെ ഇതിന് മുമ്പത്തെ സ്റ്റേജിൽ തന്നെ ഈ ബില്ല് വന്നതിന് ശേഷവും ബില്ല് അവതരിപ്പിക്കുന്ന സമയത്തുമൊക്കെ വ്യക്തമായി നമ്മളൊക്കെ പറഞ്ഞ കാര്യമാണ്. ഇത് ഒരു വൺ ഷോട്ട് സൊല്യൂഷനൊന്നും അതിനകത്തില്ല. അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് പറയുന്നത് തെറ്റാണ്. അത് പറയുമ്പോൾ തന്നെ പല ആളുകളും തന്നെ മുറി വൈദ്യന്മാർ പറയുന്നത് പോലെ, അല്ലെങ്കിൽ വ്യാജ ഡോക്ടർമാർ പറയുന്നത് പോലെ ഒരു പ്രചരണം അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇത് ഇനി ഒന്നുമില്ല, നാളെ രാവിലെ പോയി നിങ്ങൾ കരവടച്ചോടും, എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ പാവം ജനങ്ങളെ വിശ്വസിപ്പിക്കുകയാണ്. പല സ്റ്റേജിലും നമ്മളൊക്കെ പറഞ്ഞു മുനമ്പത്തിന് പരിഹാരമുണ്ട്, അത് ഇമ്മീഡിയറ്റായിട്ട് തന്നെ ഉണ്ടാകുകയും ചെയ്യും. അതിന് വേണ്ടത് കേരള സർക്കാരും കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഓർഗനൈസേഷൻസുമൊക്കെ ആ പരിഹാരത്തോട് സഹകരിക്കുക എന്നത് മാത്രമാണ്. മുനമ്പത്ത് വഖഫ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന ടൈറ്റിൽ ഡീഡ് പ്രകാരം ഹോൾഡ് ചെയ്യുന്ന ഭൂമി വിറ്റ ഫറൂഖ് കോളേജ് മുനമ്പത്തെ ജനങ്ങളോടൊപ്പമാണ്. ആ ഫറൂഖ് കോളേജ് തന്നെ പറയുകയാണ് അത് അവർക്ക് അവകാശപ്പെട്ട ഭൂമിയാണെന്ന് പറയുന്നു. മുനമ്പത്തെ ബാക്കി ആളുകളുമൊക്കെ ജനങ്ങളുമൊക്കെ മറ്റ് മത സംഘടനകളും എല്ലാവരും, മുസ്ലിം ലീഗ് ഉൾപ്പെടെ എല്ലാവരും അവരുടെ ആ റൈറ്റ് തിരിച്ചു കൊടുക്കണം, അവർക്കത് പൂർണ്ണമായും കിട്ടുന്ന രീതിയിൽ മുനമ്പത്തെ ജനങ്ങൾക്ക് ലഭിക്കണമെന്ന വാദമാണ് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നടപ്പാക്കുന്നതിന് ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ പരിഹരിക്കാവുന്ന ഒരു വിഷയം ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്ന വിഷയത്തിൽ അത് കോടതി ലീഗലി തന്നെ പരിഹരിക്കപ്പെടാവുന്ന വിഷയമാണ്. അതൊരു കൺസെൻസസിൽ പരിഹരിക്കാവുന്ന വിഷയമാണ്. അതുമല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് സെക്ഷൻ 97 ഇൻവോക്ക് ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് തീർക്കാവുന്ന ഒരു വിഷയമായിരുന്നു. അതിനകത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഭാഗത്തൊരു അനാസ്ഥ വന്നു എന്ന് പറയുന്നത് ചില ഡിലേ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഒരു കോടതിയിലൊരു സ്റ്റേ ഓർഡർ പോയി വാങ്ങി വെച്ചിരിക്കുന്നു. ഇതൊക്കെ തെറ്റായ ഒരു പ്രവണതയാണ്. നമ്മൾ ഒരു വലിയ പ്രശ്നത്തെ പരിഹരിക്കേണ്ടതുണ്ട്. അവിടുത്തെ ജനങ്ങൾ എത്രയോ ദിവസങ്ങളായി സമരത്തിലിരിക്കുന്നു. അവരുടെ ഇഷ്യൂ അഡ്രസ്സ് ചെയ്യപ്പെടണം, ഇമ്മീഡിയറ്റായിട്ട് അത് പരിഹരിക്കപ്പെടുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അങ്ങനെ ഇരിക്കുന്ന വികാരത്തോടെ ഇരിക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ മുമ്പിലേക്ക് ഇവർ പറഞ്ഞിരിക്കുന്നു ഇതാ ഞങ്ങൾ അമെൻഡ് ചെയ്ത് നാളെ തന്നെ തീർക്കും. എന്നിട്ട് അവർ തന്നെ കുറേ ആളുകളെ അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിട്ട് പറഞ്ഞു അമെൻമെൻറ്റിൻ്റെ വഴി വേറൊരു വഴിയുമില്ല, അമെൻമെൻറ്റ് മാത്രമേ വഴിയുള്ളൂ എന്ന് പറയുകയും ഫൈനലി അമെൻമെൻറ്റ് വന്നപ്പോഴും ഞങ്ങൾ പറഞ്ഞു ആ അമെൻമെൻറ്റിൽ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ല, അതിൻ്റെ നോൺ അബ്സ്റ്റൻഷൻ ക്ലോസിന് പരിമിതികളുണ്ട്. അതുപോലെ തന്നെ അത് ട്രസ്റ്റ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അല്ലെങ്കിൽ സൊസൈറ്റി എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മാത്രം അഡ്രസ്സ് ചെയ്യുന്നതാണ്. അതിനപ്പുറം ലാർജർ ലീഗൽ ക്വസ്റ്റ്യൻസ് കയറി വന്നേക്കാം, ഒക്കെ പ്രോപ്പർട്ടി എന്ന കോൺസെപ്റ്റിൽ വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ലിറ്റിഗേഷൻസിലേക്ക് പിന്നെയും ലീഡ് ചെയ്യും. അത് വലിയ ലിറ്റിഗേഷൻസിലേക്ക്, അത്തരം കണ്ടൻഷൻസിൻ്റെ അപകടം വലിയ ലിറ്റിഗേഷൻസിലേക്ക് അത് ലീഡ് ചെയ്തേക്കാം. ഇന്ന് അത് തന്നെയാണ് മന്ത്രി ഇപ്പോൾ ആവർത്തിക്കപ്പെട്ടത്. സുപ്രീം കോടതി വരെ നിങ്ങൾ കേസുമായി മുന്നോട്ട് പോകണം. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ ഒരു കൺസെൻസസിലോ ഏതെങ്കിലും രൂപത്തിലോ ട്രൈബ്യൂണലിൽ നിന്നൊരു വിധി ലഭിച്ചു കഴിഞ്ഞാൽ പുതിയ അമെൻമെൻറ്റ് പ്രാബല്യത്തിൽ വരുന്നു എന്നതുകൊണ്ട് തന്നെ പല ആളുകൾക്കും അതിൻ്റെ മേലെ അപ്പീൽ ഇപ്പോൾ തന്നെ വഖഫ് ബോർഡ് ഇപ്പോൾ കോടതിയിൽ കൊണ്ടുവന്ന് സ്റ്റേ മേടിച്ചിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ പലർക്കുമൊക്കെ വീണ്ടും അപ്പീൽ പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു എന്നത് മുനമ്പംകാരെ സംബന്ധിച്ച് നെഗറ്റീവ് എഫക്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പോസിറ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പോളറൈസേഷനൊക്കെ മാറ്റുന്നില്ല. അവർക്കൊരു മനുഷ്യാവകാശം എന്ന പേരിൽ അവർക്ക് കിട്ടിയ ടൈറ്റിൽ ഡീഡ്, അവർ പണം കൊടുത്ത് വാങ്ങിയ ഭൂമി, ആ ഭൂമി കൊണ്ട് ഫറൂഖ് കോളേജ് മറ്റൊരു ഭൂമി വാങ്ങി അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ഭൂമി വിട്ടുകൊടുക്കണം. ആ ഭൂമി അവരുടേതാണ്, പുനപ്പത്തെ ജനങ്ങളുടേതാണ്. അവരെ ഒരു തരത്തിലും കുടിയൊഴിപ്പിക്കരുത്, അവർക്ക് എല്ലാ റവന്യൂ റൈറ്റ്സും കൊടുക്കണം എന്നുള്ള വാദം ഉന്നയിക്കുമ്പോൾ ആ വാദത്തിന് ബദലായ സംസാരങ്ങളും അതിലൊന്നും ഒരു കഴമ്പുമില്ല. അതായത് പാർലമെൻറ്റിൽ സുരേഷ് ഗോപിയും മന്ത്രിയും ഒക്കെ പറഞ്ഞത് ഇത് പരിഹരിക്കാൻ എന്ന സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു കമ്മീഷനെ വെച്ചു. ആ കമ്മീഷനെ സെറ്റസൈഡ് ചെയ്തുകൊണ്ട് ഒരു ഉത്തരവ് വന്നു. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് അത് സ്റ്റേ ചെയ്തു, കമ്മീഷന് മുന്നോട്ട് പോകാം. പക്ഷേ ആ സെറ്റസൈഡ് ചെയ്ത ഉത്തരവിനെ ഇവിടെ മറ്റ് പലരും വഖഫ് സംരക്ഷണ സമിതി കൊടുത്ത കേസാണ്. ആ ഉത്തരവ് പൊക്കി കാണിച്ചുകൊണ്ട് അത് BJPയുടെയും സംഘപരിവാറിൻ്റെയും വിജയമാണ് എന്ന് പ്രഖ്യാപിക്കുക പാർലമെൻറ്റിൽ. എന്തിനാണ്? അതുപോലെ ആ ശ്രമം എന്തുമാകട്ടെ, ആ ശ്രമം പരിഹരിക്കാനുള്ള ശ്രമമാകുമ്പോൾ അതിനോടൊപ്പം എല്ലാവരും നിൽക്കട്ടെ. ഞങ്ങൾ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഞങ്ങൾ പരിഹരിക്കാനുള്ള അറ്റംപ്റ്റ് എന്ന നിലയ്ക്ക് ആ പരിഹാര മാർഗത്തിനോടൊപ്പം നിൽക്കുക എന്നായിരുന്നു ഞങ്ങൾ. അപ്പോൾ അവിടെ സംഘപരിവാർ ചെയ്ത ശ്രമം എന്താണ്?
അപ്പോൾ അത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ ഒരു പരിഹാര മാർഗം ട്രൈബ്യൂണലിലൂടെ അത് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വന്നപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പിന്നെ 97 സൂപ്പർവൈസറി അതോറിറ്റിയുള്ള ഒരു ബോഡി വന്നിട്ട് കോടതിയിൽ പോയിട്ട് അത് സ്റ്റേ ചെയ്ത് മേടിക്കുക. അപ്പോൾ ഈ ഡിലേ ജനങ്ങളോട് കണ്ണിൽ പൊടിയിടുന്ന പണിയാണ്. BJP ചെയ്തതും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നമുക്കെല്ലാം ഒന്നിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാം. അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാം. അവർ സാധാരണ ജനങ്ങളാണ്. മാസത്തിൽ 20 ദിവസം കടലിലാണ് അവർ, 10 ദിവസം മാത്രമേ വീട്ടിലുള്ളൂ. അവർ അധ്വാനിച്ച അവരുടെ മുതൽ അവർക്ക് കിട്ടണം. കയ്യേറ്റക്കാരും അത്ര കുഴപ്പക്കാരുണ്ടെങ്കിൽ അവരെ നമുക്ക് വ്യത്യസ്തമായി തന്നെ കാണാൻ മതി. ഈ പറഞ്ഞ ആളുകൾ അതെ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.